ഞങ്ങൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പൂർത്തീകരിച്ചിട്ടില്ല. ഇനിയും കുറച്ച് ഭാഗം കൂടെ ഉണ്ട്. പ്രാദേശികമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. ഏതായാലും മീഡിയ ആളുകൾ നിങ്ങൾക്ക് സമയമായി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കൂടുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുന്ന നമ്മുടെ ജില്ലാ തലത്തിലുള്ള യോഗങ്ങളൊക്കെ കൂടിയിരുന്നു. പക്ഷേ സംസ്ഥാന തലത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ യോഗം ഞങ്ങൾക്ക് കൂടാൻ കഴിഞ്ഞില്ല. ഇപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഇപ്പോൾ കൂടിയത്. വളരെ ദീർഘമായി പല അജണ്ടകളും നമ്മൾ എടുത്തു. അതിനകത്ത് ആദ്യമായി ചില തീരുമാനങ്ങൾ ഞങ്ങൾ തന്നിട്ടുണ്ട്. ഒന്ന്, ഈ അടുത്ത ദിവസം വരാൻ പോകുന്നത് നമ്മുടെ ജനുവരി 30-ാം തീയതിയാണ്. കെ എം മാണി സാറിൻ്റെ ജന്മദിനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നമ്മൾ ചെയ്യാവുന്നത് പോലെ അത് കാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. അപ്പോൾ അത് എല്ലാ പഞ്ചായത്തുകളും കേരള സംസ്ഥാനത്തെ മുഴുവൻ പറ്റുന്ന രീതിയിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് കമ്മിറ്റിയുള്ള മുഴുവൻ പഞ്ചായത്ത് മണ്ഡലങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തീരുമാനം കഴിഞ്ഞ പ്രാവശ്യവും എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇനിയിപ്പോൾ പോകുന്ന ചർച്ചയിലേക്കും നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ്. ആ തെരഞ്ഞെടുപ്പിൽ സീറ്റുമായി ബന്ധപ്പെട്ട് അത് ഒരു തരത്തിൽ പറഞ്ഞ സീറ്റ് ചർച്ചയിലേക്ക് പോകുമ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം 13 സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് 12 സീറ്റായി ഇടതുപക്ഷത്തിൻ്റെതായിട്ട് അത് നമ്മുടെ ചർച്ചയിൽ വന്നു കഴിഞ്ഞു. ചർച്ചയിലല്ല, അവരുടെ ഒരു ആവശ്യം മുന്നോട്ട് CPM വെച്ചപ്പോൾ കുറ്റിയാടി വിട്ടുകൊടുക്കുകയുണ്ടായി. ഇപ്രാവശ്യം 13 സീറ്റ് മിനിമം എങ്കിലും അത് വേണം. അത് മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എത്രമാത്രം കടക്കാൻ കഴിയും എന്നുള്ളതും ചർച്ച ചെയ്യണം എന്ന് പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങളും അതുപോലെ തന്നെ നമ്മളെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ചെയർമാനെ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ മേഖലാ യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഓരോ മേഖലയിൽ CPM, CPI, കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ മേഖലയിലും അഡീഷണലായിട്ട് കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി LDF ഒരാളെ വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ മലബാർ മേഖലയിൽ നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ KJ ദേവസ്യ, സീനിയർ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ശ്രീ KJ ദേവസ്യയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരം ഈ മേഖലയിൽ, കൊല്ലം മേഖലകളിൽ നമ്മുടെ സീനിയർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ VT ജോസഫാണ്. പഴയ നമ്മുടെ ചേർത്തല മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള അദ്ദേഹമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാനുണ്ടാകും. മറ്റ് ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.